ദൈവസ്ഥലം നമുക്ക് ഒരുമിച്ചായിരിക്കാൻ കർത്താവ് ഇടയാക്കുന്ന എല്ലാ കൃപകൾക്കായി സ്തോത്ര കർത്താവ് നമ്മുടെ പ്രാർത്ഥനയും യാചനയും കേട്ടതിനാൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. പ്രതികാല ഈ വെള്ളിയാഴ്ച പകൽക്കാലം നമ്മുടെ ഉപവാസ പ്രാർത്ഥനയുടെ പ്രാരംഭ സെഷൻ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ സൂമിൽ ഒരുമിച്ചായിരിക്കാൻ കർത്താവ് ഇടയാക്കുന്നല്ലോ. പല പ്രിയപ്പെട്ടവരും ശാരീരിക ക്ലേശങ്ങളിലൂടെ കിടന്നു പോകുന്ന ദിവസങ്ങളാണ്. ഇത്രയും പേർക്ക് ഒരുമിച്ച് ഇവിടെ ആയിരിക്കാൻ കർത്താവ് ഇടയാക്കിയല്ലോ. കർത്താവ് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന വിടുതലിനും സൗഖ്യത്തിനുമായി സ്തോത്രം. നമ്മുടെ പല മാതാപിതാക്കളും വളരെ ക്ലേശങ്ങളിലാണ്. അവരെ ഓർത്ത് പ്രത്യേകാൽ വീണ്ടും പ്രാർത്ഥിക്കുക. സ്തോത്രം. കർത്താവ് സഹായിക്കട്ടെ. ഈ ദിവസങ്ങളിലെ ചിന്തയ്ക്ക് വേണ്ടി ഒരു വേദഭാഗം കുറിവാക്യമായി വായിച്ച് സ്തോത്രം തിരുനിവാസം എന്നുള്ള വിഷയത്തെ ആസ്പദമാക്കി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ദ ഡ്വെല്ലിംഗ് ഓഫ് ഗാഡ്, ഗോഡ്സ് ഡ്വെല്ലിംഗ് എന്നുള്ള ആ വിഷയത്തെ ആണ് ആസ്പദമാക്കി ദിവസങ്ങൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ദൈവത്തിൻ്റെ സാന്നിധ്യം അത് നമുക്ക് വളരെ വിലപ്പെട്ടതാണ്. സ്തോത്രം. ദൈവ സാന്നിധ്യം ആണ് നമ്മെ എത്രത്തോളം നടത്തിയത്, മേലാലും നടത്തുവാൻ ആഗ്രഹിക്കുന്നത്. സ്തോത്രം. നാം ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ഹല്ലേലൂയ നമ്മുടെ ഹൃദയം ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് കർത്താവിൻ്റെ തിരുസാന്നിധ്യമാണ്. സ്തോത്രം. പാപം എന്നുള്ളത് ദൈവ സാന്നിധ്യത്തിൽ നിന്നുള്ള ഒരു ഹല്ലേലൂയ അകൽച്ചയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. മനുഷ്യരും ദൈവം തമ്മിലുള്ള കൂട്ടായ്മയ്ക്ക്, ദ ഫെലോഷിപ്പ് ബിറ്റ്വീൻ മാൻ ആൻഡ് ഗാഡ്, ഹ്യൂമാനിറ്റി ആൻഡ് ഗാഡ് ഹാസ് ലോസ്റ്റ് ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് സിൻ. അങ്ങനെയാണ് പാപം ഈ ഭൂമിയിലേക്ക് വന്നത്. ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന സ്തോത്രാനുഭവം. എന്നാൽ വേദോസത്തിലുടനീളം നമുക്ക് കാണുവാൻ കഴിയും കർത്താവിൻ്റെ സാന്നിധ്യത്തിന് വേണ്ടി ആഗ്രഹിച്ചവരെ, സ്തോത്രം, തിരുസാന്നിധ്യത്തിന് വേണ്ടി ഒരുപാട് ആഗ്രഹിച്ചവരെ നമുക്ക് കാണാൻ കഴിയും. അവരാഗ്രഹിച്ച് എന്താണെന്നറിയാം, അവർക്കറിയാം ഇത് സ്വതവേ ലഭിക്കുന്ന ഒന്നല്ല. പാപത്താൽ നിറയപ്പെട്ട മാനവജാതിക്ക് ദൈവസാന്നിധ്യം വരണമെങ്കിൽ അവിടെ ചില സമർപ്പണങ്ങൾ ആവശ്യമാണ്. ആ ദൈവസാന്നിധ്യം നൽകുന്ന അനുഗ്രഹങ്ങൾ അവർക്കറിയാം. സ്തോത്രം. നമുക്കത് വായിപ്പാൻ കഴിയും. പ്രത്യേക ദൈവസാന്നിധ്യത്തെക്കുറിച്ച് തന്നെ ജനത്തിൻ്റെ മധ്യയുള്ള ദൈവസാന്നിധ്യം, ദൈവജനത്തിൻ്റെ മധ്യയുള്ള ദൈവസാന്നിധ്യം. ഹല്ലേലൂയ. അതിനെക്കുറിച്ചാണ് ഈ ദിവസങ്ങളിൽ നാം ചിന്തിക്കാൻ പോകുന്നത്. പ്രിയമുള്ളവരെ, യഹോവ അവരുടെ മധ്യയുണ്ട് എന്നുള്ളൊരു തിരിച്ചറിവ് സ്തോത്രം ദൈവജനത്തെക്കുറിച്ച് മറ്റുള്ളവർക്ക് ഉണ്ടാകുമ്പോൾ ഹല്ലേലൂയ അവിടെ വലിയ വിടുതൽ സംഭവിക്കും. ഹല്ലേലൂയ. സ്തോത്രം. സംഖ്യാപുസ്തകം 24 അധ്യായം അതിൻ്റെ 5 വാക്യമാണ് ഈ ദിവസങ്ങളിലെ കുറിവാക്യമായി വായിക്കുന്നത്. സ്തോത്രം. പറയുന്നത്, യാക്കോബേ നിന്റെ കൂടാരങ്ങൾ, ഇസ്രായേലേ നിന്റെ നിവാസങ്ങൾ എത്ര മനോഹരം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ വേദഭാഗത്തിൻ്റെ പശ്ചാത്തലം സ്തോത്രം ബാലാക്കിൻ്റെയും ബിലയാമിൻ്റെയും കാര്യം നമുക്കറിയാം. സ്തോത്രം. ശപിപ്പാൻ വേണ്ടി പ്രവാചകനെ കൊണ്ടുവന്ന ഒരു സമയം. പ്രൈസ് ദി ലോർഡ്. തൻ്റെ ജനത്തെ ശപിക്കുവാൻ ഇസ്രായേൽ ജനം മോവാബിലൂടെ കടന്നു പോകുമ്പോൾ മോവാബ് ദേശത്തെ രാജാവ് അവരെ കണ്ടിട്ട് ഈ വലിയ കൂട്ടത്തെ കണ്ട് ഭയന്നിട്ട് സ്തോത്രം ദൈവസന്നിധിയിൽ ഈ ജനത്തെ യഹോവയായ ദൈവത്തിൻ്റെ നാമം പറഞ്ഞ് ശപിക്കണം. സ്തോത്രം. മോവാബ് ദൈവത്തിൻ്റെ നാമം പറഞ്ഞ് ശപിച്ച ഒക്കത്തില്ല. സ്തോത്രം. എന്നാൽ യഹോവയായ ദൈവത്തിൻ്റെ നാമത്തിന് ശക്തിയുണ്ടെന്ന് മനസ്സിലാക്കി ആ നാമം കൊണ്ട് അവരെ ശപിക്കണം. ബൈ ദ നെയിം ഓഫ് ദ ലോർഡ് they shall be cursed. Praise the Lord. അതാണ് ആഗ്രഹിക്കുന്നത്. സ്തോത്രം. ബിലയാം തല ഉയർത്തി നോക്കിയപ്പോൾ സ്തോത്രം ശപിക്കാൻ വാതുറന്നെങ്കിലും ദൈവത്തിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ വന്നു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. സ്തോത്രം. അപ്പോൾ നമ്മെ ഉപദ്രവിപ്പാനുള്ള ഇച്ഛയോടെ പ്രവർത്തിക്കുന്നവൻ്റെ മേലും ദൈവത്തിനൊരു നിയന്ത്രണമുണ്ടെന്ന് നാം മനസ്സിലാക്കണം. സ്തോത്രം. നാം ദൈവസാന്നിധിയിൽ ഇപ്പോൾ ഒരുമിച്ച് ദൈവസാന്നിധ്യം അനുഭവിച്ചറിയുവാൻ ഈ ഓൺലൈൻ കൂട്ടായ്മയിലായിരിക്കുന്നു. സ്തോത്രം. 2-3 പേരുടെ നാമത്തിൽ കൂടി വരുന്നിടത്ത് എല്ലാം എൻ്റെ സാന്നിധ്യമുണ്ടെന്ന് നമ്മുടെ കർത്താവ് അരുളി ചെയ്തിട്ടുണ്ട്. സ്തോത്രം. അത് എവിടെയാണെങ്കിലും ദൈവസാന്നിധ്യമുണ്ട്. പഴയ നിയമത്തിലെ ദൈവസാന്നിധ്യത്തിൻ്റെ ഒത്തിരി വ്യത്യസ്തതയുണ്ട്. സ്തോത്രം. ദൈവം ഒരുപോലാണ് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും എല്ലാം. പക്ഷേ ദൈവസാന്നിധ്യം അനുഭവിച്ചറിഞ്ഞ രീതിയിൽ വ്യത്യസ്തതയുണ്ട്. സ്തോത്രം. ഇന്ന് പുതിയ നിയമ വിശ്വാസികൾക്ക് വളരെ ആശ്വാസമാണ്. അബ്ബാ പിതാവേ എന്ന് വിളിക്കുമ്പോൾ ആ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ മധ്യേ ഇറങ്ങി വരികയാണ്, നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയുക. സ്തോത്രം. എന്നാൽ ഇവിടെ ബാലാക്ക് ബിലയാമിനെ ഹയർ ചെയ്യുക. സ്തോത്രം. എന്താണ്? ബിലയാം വന്ന് പറഞ്ഞാൽ അത് സംഭവിക്കുമെന്നൊരു പറച്ചിൽ ആ ദേശത്ത് മുഴുവനുണ്ട്. ഈ ബിലയാമിൻ്റെ അഡ്രസ്സ് എന്നറിയാമോ? യഹോവയായ ദൈവത്തിൻ്റെ പ്രവാചകൻ. ഹീ ഈസ് ദ പ്രൊഫറ്റ് ഓഫ് ഗാഡ്, ഓഫ് ലോർഡ് ഗോഡ് എന്നാണ്. സ്തോത്രം. എന്നാൽ അങ്ങനെയുള്ളവനെ ഹയർ ചെയ്തു. എന്താണ് ഓഫർ ചെയ്തത്? ഒരുപാട് പണം ഓഫർ ചെയ്തു, ഒരുപാട് സമ്മാനങ്ങൾ ഓഫർ ചെയ്തു. ദ കിങ് ഹാസ് ഓഫേർഡ് എ ലോട്ട് ഓഫ് ഗിഫ്റ്റ് ടു ദിസ് പ്രോഫറ്റ് ഇൻ ഓർഡർ ടു കേഴ്സ് ദ പീപ്പിൾ ഓഫ് ഗാഡ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ
ബിലെയാം വാ തുറന്നപ്പോൾ പറഞ്ഞത്, യാക്കോബേ നിന്റെ കൂടാരങ്ങൾ, ഇസ്രായേലേ നിന്റെ നിവാസങ്ങൾ എത്ര മനോഹരമെന്നാണ്. He wanted to curse them, but the words of blessing are coming out of his mouth. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അത് അങ്ങനെ വരും. നോക്കുമ്പോൾ അവിടെ കാണുന്നത് ദൈവ സാന്നിധ്യമാണ്. സ്തോത്രം. പ്രിയമുള്ളവരെ, ഇന്ന് പകൽക്കാലം നാം ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മുടെ ജീവിതത്തിൽ എന്തുണ്ടെങ്കിലും എന്തില്ലെങ്കിലും നമ്മുടെ അവസ്ഥ എന്തായിരുന്നാൽ, ഇന്ന് ഭവനങ്ങളിലൊക്കെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവർ, സ്തോത്രം, നാം ആലയത്തിൽ കടന്നുപോയി ദൈവത്തെ ആരാധിക്കുന്ന അനുഭവത്തിൽ വ്യത്യസ്തമായി ഭവനങ്ങൾ ദൈവത്തെ ആയിരിക്കും. കോവിഡ് വന്ന കാലം നമുക്കറിയാം. സ്തോത്രം, വളരെ പ്രയാസകരമായ കാലമായിരുന്നു. മാസങ്ങൾ നമുക്ക് ആലയത്തിൽ പോകാൻ കഴിഞ്ഞില്ല. മാസങ്ങൾ അന്യോന്യം നമുക്ക് നേരിട്ട് കാണുവാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. സ്തോത്രം. വീട്ടിലാണ് നാം ആരാധിച്ചുകൊണ്ടിരുന്നത്, സ്തോത്രം, ഭവനങ്ങളിൽ ആരാധിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ദൈവജനത്തെ സംബന്ധിച്ചൊരു പ്രത്യേകതയുണ്ട്. നാം ദൈവ സാന്നിധ്യം അവിടെയും അനുഭവിച്ചറിഞ്ഞു. സ്തോത്രം. ഹല്ലേലൂയ. മിസ്രൈമിൽ ദൈവത്തെ ആരാധിച്ച ഇസ്രായേൽ മക്കൾ ദൈവ സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞു. ദൈവസാന്നിധ്യത്തിൻ്റെ ആ മഹത്വം കൊണ്ട് അവരെ അവിടെ നിന്ന് പുറപ്പെടുവിച്ചത്. സ്തോത്രം. ദൈവസാന്നിധ്യം അവിടെ നിറഞ്ഞു നിന്നുകൊണ്ടാണ് ആ കൂടാരങ്ങളിൽ. ഇപ്പോൾ ഇവർ വലിയൊരു സംഖ്യം ജനമായി, ഒരു അസംഖ്യം ജനമായി അവർ കടന്നു. മോവാബ് രാജാവായ ബാലാക്ക് ഭയന്നു. ഇവരെ കണ്ടപ്പോൾ, ഇവരുടെ ആൾബലം കണ്ട് ഇവർ ശക്തരല്ലെന്ന് പുറമേ തോന്നിയാലും ഹി ഗോട്ട് സ്കെയർഡ് അബൌട്ട് ദം. വാട്ട് വാസ് ദ ഫാക്ടർ? ഇത്രത്തോളം ഈ ബലഹീനരായ അടിമകളായിരുന്നവർ, സ്തോത്രം, അവർക്ക് വലിയ പേരും പെരുമയൊന്നുമില്ല. ഒരു പേരുണ്ട്, ഇസ്രായേൽ ജാതി. ദൈവം യാക്കോബിന് നൽകിയ പേര്, യാക്കോബ് എന്ന പേര് മാറ്റി ഇസ്രായേൽ നൽകി. ഇത് രണ്ടും ചേർത്ത് വെച്ചുള്ള വാക്യമാണ് നമ്മൾ കാണുന്നത്. സ്തോത്രം. യാക്കോബും ഇസ്രായേലും രണ്ട് പേരും ആ വാക്യത്തിൽ നാം വായിച്ച കുറുവാക്യത്തിൽ കാണുന്നുണ്ട്. സ്തോത്രം. ദൈവം തിരഞ്ഞെടുത്ത ജനമായ, ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിച്ചതായ, ദൈവം നൽകിയ പേര് വഹിക്കുന്ന, സ്തോത്രം, ദൈവത്തിൻ്റെ സ്വന്തം ജനമായ ഇസ്രായേൽ. സ്തോത്രം. അവരെ കണ്ടപ്പോൾ ജാതികൾക്ക് ഭയം ഉളവാക്കത്തക്കവണ്ണം, സ്തോത്രം, അവർ നമുക്കറിയാം അടിമകളാണ്. അവർ യുദ്ധത്തിൽ സന്നദ്ധരല്ല. കുഞ്ഞുങ്ങൾ, മൃഗങ്ങൾ, സ്ത്രീകൾ, അങ്ങനെ പ്രായമുള്ളവർ, അങ്ങനെ വലിയൊരു കൂട്ടം ജനം ഒരു സമ്മിശ്രമായ ഒരു അനുഭവത്തില്ല. ഒരു സൈന്യമായിട്ടൊന്നുമല്ല വരുന്നത്. ദേ ആർ നോട്ട് an army, but still Balak was so fearful about them. എന്താണ് ബാലാക്കിന്റെ ഹൃദയത്തിൽ ഉണ്ടാക്കിയ ഭയം? പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. അതെന്തെന്നറിയാമോ? ദൈവത്തിൻ്റെ ജനമെന്നുള്ള, ദൈവ സാന്നിധ്യം വഹിക്കുന്ന ജനമെന്നുള്ളത് അവിടെ പറയുന്നുണ്ട്. മനോഹരം. 84-ാം സങ്കീർത്തനം അതിൻ്റെ 1-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ നാം കാണുന്നുണ്ട്, തിരുനിവാസം, സൈന്യങ്ങളുടെ യഹോവേ തിരുനിവാസം എത്ര മനോഹരം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്താ അവിടുത്തെ മനോഹരിത? സ്തോത്രം. അവിടെ മനോഹാരിത പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. സമാഗമന കൂടാരത്തിൽ തങ്കമുണ്ട്, പൊന്നുകൊണ്ട് പൊതിഞ്ഞത്. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ പല കാര്യങ്ങളുണ്ടെങ്കിലും അവിടെ ഏറ്റവും കൂടുതലായി സങ്കീർത്തനക്കാരനെ ആകർഷിച്ചത്, കോരപുത്രന്മാരെ ആകർഷിച്ചത് എന്തെന്നറിയാമോ? സ്തോത്രം, തിരുനിവാസം. പ്രൈസ് ദി ലോർഡ്. The dwelling place of God, because God is there. ഹല്ലേലൂയ. അതാണ് നമ്മെ വ്യത്യസ്തരാകുന്നത്. പ്രിയമുള്ളവർ, ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതത്തിൽ എന്ത് തന്നെ ഉണ്ടെങ്കിലും, ഹല്ലേലൂയ, എന്തൊക്കെ നമുക്ക് പറയാനുണ്ടെങ്കിലും ഒരു കാര്യം നാം മനസ്സിലാക്കണം, ദൈവം നമ്മോട് കൂടെ ഉള്ളത്. ഇമ്മാനുവേൽ. ഹല്ലേലൂയ. അതാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹം. അതിനോട് കിടപിടിപ്പം മറ്റെല്ലാം ഉപേക്ഷിച്ചാലും, യോബിന്റെ ജീവിതത്തിൽ യോബ് പറയുന്നതാ, സ്തോത്രം, തന്റെ ജീവിതത്തിലെല്ലാം പോയാലും കർത്താവേ, എൻ്റെ വീണ്ടെടുപ്പുകാരൻ, എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിക്കുന്നു. സ്തോത്രം. ആ സാന്നിധ്യം എനിക്ക് വേണം. ഹല്ലേലൂയ. സ്വന്തം കണ്ണാലെ ഞാൻ അവനെ കാണുന്നു. ഇന്ന് പകൽക്കാലം ദിവസം നാം ആയിരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ക്ലേശങ്ങളുണ്ട്, ഭാരങ്ങളുണ്ട്, വെല്ലുവിളികളുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ആരോഗ്യം ക്ഷയിക്കുമ്പോൾ, ബലം ക്ഷയിക്കുമ്പോൾ, നാം ബലഹീനമാകുമ്പോൾ നമുക്ക് ഏറ്റവും അടുത്ത തുണയായി നമുക്ക് വേണ്ടത് നമ്മുടെ കർത്താവിൻ്റെ സാന്നിധ്യമാണ്. ഇന്ന് പകൽക്കാലം ആ സാന്നിധ്യം നമ്മെ ബലപ്പെടുത്തുന്നതാകിയാൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. സ്തോത്രം. അവർക്കെതിരെ വന്ന വലിയൊരു വെല്ലുവിളിയായത്. സ്തോത്രം. ഇറ്റ്സ് എ ഗ്രേറ്റ് ചലഞ്ച് ദാറ്റ് കെയിം അഗൈൻസ്റ്റ് ദ പീപ്പിൾ ഓഫ് ഗാഡ്, പീപ്പിൾ ഓഫ് ഇസ്രായേൽ. ദാറ്റ് ഈസ് എ പേഴ്സൺ, എ പ്രൊഫറ്റ് ഓഫ് ഗാഡ് ലോർഡ്, യഹോവയായ ദൈവത്തിൻ്റെ പ്രവാചകനായ ബിലെയാം. സ്തോത്രം. അദ്ദേഹമാണ് അവരെ ശപിപ്പം വന്നിരിക്കുന്നത്. സ്തോത്രം. അവർക്ക് ദോഷം ഭവിക്കണം, അതാണ് ഉദ്ദേശം. ഇവരുടെ യാത്ര മുന്നോട്ട് പോകരുത്, വാഗ്ദത്ത നിവൃത്തിയിലേക്ക് ഇവർ പ്രവേശിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് പോകുമ്പോൾ, ഹല്ലേലൂയ, ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കുമ്പോൾ പ്രതികൂലങ്ങൾ ആദ്യം കാണുന്നത് ദൈവത്തെയാണ്. സ്തോത്രം. നമുക്കെതിരെ വരുന്ന വെല്ലുവിളികൾ, ദേ ഹാവ് ടു അഡ്രസ് അവർ ഗോഡ് ഫസ്റ്റ്, ഫേസ് അവർ ഗോഡ് ഫസ്റ്റ്. സ്തോത്രം. പ്രിയമുള്ളവരെ, ദൈവസന്നിധിയിൽ പൂർണ്ണ സമർപ്പണത്തോടെ, ദൈവ സാന്നിധ്യത്തിൻ്റെ നിറവ് നമ്മുടെ മധ്യേ ഉണ്ടെന്നുള്ള വിശ്വാസത്തോടെ നാം പാർത്താൽ നമുക്കെതിരെ വരുന്ന വെല്ലുവിളികൾക്ക് ആദ്യം ഫേസ് ചെയ്യേണ്ടത് നമ്മുടെ ദൈവത്തിൻ്റെ സാന്നിധ്യത്തെയാണ്. സ്തോത്രം. ഹല്ലേലൂയ.
നമ്മളെയല്ല ആദ്യം ഫേസ്, നമ്മൾ വിചാരിക്കുകയോ ഞാനിത് തന്നെ നേരിടണം. നോ, ഇറ്റ് ഈസ് നോട്ട് യു. ഇഫ് യു ആർ ഇൻ ദ ഹാൻഡ്സ് ഓഫ് ഗാഡ്, ദീസ് പ്രോബ്ലംസ്, ദീസ് ചലഞ്ചസ് ഹാസ് ടു ഫേസ് അവർ ഗാഡ് ഫസ്റ്റ്. നമ്മുടെ ദൈവത്തെയാണ് ആദ്യം അഭിമുഖീകരിക്കുന്നത്, അതിനുശേഷമേ ഇത് നമ്മിലേക്ക് വരികയുള്ളൂ. സ്തോത്രം, ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൻ്റെ സമസ്ത അധികാരവും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചാൽ ആദ്യം ഈ പ്രതികൂലങ്ങൾക്ക് ഹല്ലേലൂയ എതിർപ്പെടേണ്ടത് നമ്മുടെ ദൈവത്തെയാ. സ്തോത്രം, ഹല്ലേലൂയ. കാരണം നമ്മുടെ കൂടാരങ്ങളെ മനോഹരമാക്കി മാറ്റുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ആ ദൈവ സാന്നിധ്യമാണ് നമ്മുടെ പരിപാലനം, ആ ദൈവ സാന്നിധ്യമാണ് നമ്മുടെ സംരക്ഷണം. ഇന്ന് പകൽക്കാലവും ആ ദൈവ സാന്നിധ്യമാണ് നമ്മെ അനുഗ്രഹിക്കുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ, സ്തോത്രം, കൊരപുത്രന്മാരെ പാടി. അതുപോലെ തന്നെ അപ്പോസ്തലനായ പൗലോസും പല ഒരു ഈ തിരുനിവാസത്തെക്കുറിച്ച്, ദർശനത്തെ, ഈ ദൈവത്തിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. 2 കൊരിന്ത്യർ ലേഖനത്തിൽ നാം കാണുന്നുണ്ട്, സ്തോത്രം, ആ വാക്യം. പ്രൈസ് ലോർഡ്. In the letter to Corinthians, Apostle Paul very clearly says, you are the temple of God. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നെന്നും. 1 കൊരിന്ത്യർ 3-ാം വാക്യം, 1 Corinthians 3:16. പ്രൈസ് ഗാഡ്. ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ? പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഈ ഒരു തിരിച്ചറിവ് നമുക്ക് ഒരു വിടുതലായി ദിവസങ്ങൾ വെളിപ്പെടണം. ഹല്ലേലൂയ. കർത്താവേ, അവിടുത്തെ സാന്നിധ്യം വഹിക്കുന്നവരാ ഞങ്ങൾ. ഹല്ലേലൂയ. ഈ മൺപാത്രം ബലഹീനമാണെങ്കിലും ഈ മൺപാത്രത്തിൽ അവിടുത്തെ സാന്നിധ്യം വഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ദീസ് ജാർസ് ഓഫ് ക്ലേ വി ക്യാരി യുവർ പ്രസൻസ്, യുവർ ഡ്വെല്ലിംഗ്. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ദൈവം വസിപ്പാൻ ആഗ്രഹിച്ച ദൈവത്തിൻ്റെ തിരുനിവാസം ഹല്ലേലൂയ നമ്മുടെ മധ്യേ ഉള്ളപ്പോൾ മോശ പ്രാർത്ഥിച്ചതുപോലെ നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയണം. കർത്താവേ, നിന്റെ സാന്നിധ്യമില്ലെങ്കിൽ ഞങ്ങളെ പുറപ്പെടുവിക്കരുത്, ഒരു ചുവട് പോലും വെക്കുവാൻ ഞങ്ങളെ അനുവദിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട്. സ്തോത്രം. എന്ന് പറഞ്ഞാൽ ദൈവസാന്നിധ്യം നമ്മെ എങ്ങോട്ട് നയിക്കുന്നോ ആ ദിശയിലേക്ക് വേണം നാം സഞ്ചരിപ്പാൻ. നമ്മുടെ ചിന്തയിൽ, നമ്മുടെ വാക്കിൽ, നമ്മുടെ പ്രവൃത്തിയിൽ, even in our thoughts, in our deeds, in our attitude, everywhere we shall move forward wherever God's presence is leading us. Praise God. Hallelujah. ദൈവത്തിൻ്റെ സാന്നിധ്യം ഉള്ളിടത്ത് മാത്രമേ നാം മുന്നേറാൻ പാടുള്ളൂ. സ്തോത്രം. മറ്റൊരു കാര്യത്തിലേക്കും അവിടെ കൊണ്ട് ആ ചിന്ത നിർത്തണം, അവിടെ കൊണ്ട് ആ ആലോചന നിർത്തണം. വി ഷാൽ നോട്ട് അഡ്വാൻസ്. പ്രൈസ് ഗോഡ്. ബിക്കോസ് വെയറെവർ വി മൂവ് വിത്തൗട്ട് ദ പ്രസൻസ് ഓഫ് ഗോഡ്, ദാറ്റ് ഈസ് ഡിസാസ്റ്റർ. ദൈവ സാന്നിധ്യം ഇല്ലാതെ നാം എടുക്കുന്ന തീരുമാനങ്ങൾ, ദൈവ സാന്നിധ്യം ഇല്ലാതെ നാം എടുക്കുന്ന ചുവടുവെപ്പുകൾ, ദൈവത്തോട് ആലോചന ചോദിക്കാതെ നാം എടുക്കുന്ന തീരുമാനങ്ങൾ, അത് നാശത്തിലേക്ക് നീങ്ങും. ഹല്ലേലൂയ, സ്തോത്രം. അതൊരിക്കലും ദൈവത്തിൻ്റെ വഴികളാകത്തില്ല, അനുഗ്രഹത്തിൻ്റെ പാതകളാകുവാൻ സാധ്യത. ഇന്ന് പകൽക്കാലം ദൈവസ്ഥലിൽ ഒരു തീരുമാനം. കർത്താവേ, കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങളുടെ ജീവിതയാത്ര ഞങ്ങൾ ഒരുപാട് അനുഗ്രഹങ്ങളും വിടുതലും പ്രാപിച്ചവരാ. സ്തോത്രം. എന്നാൽ സ്തോത്രം, ദിശ മാറി സഞ്ചരിച്ച അനുഭവങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ടോ? ദൈവം ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ ഇടപെട്ട് അല്പമൊക്കെ അങ്ങ് അഡ്വാൻസ് ആയി പോയ ചിന്തകൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ടോ? സ്തോത്രം. ഇന്ന് പകൽക്കാലം അത് ആലോചിച്ച് ദൈവസന്നിധിയിൽ ഒരു തീരുമാനമെടുക്കുവാൻ ഹല്ലേലൂയ തുടർന്നുള്ള ദിവസങ്ങളിൽ ഹല്ലേലൂയ കർത്താവേ, ആ നിവാസമാണ്, അവിടുത്തെ സാന്നിധ്യമാണ് ഞങ്ങളുടെ കാര്യങ്ങളെ, ഞങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളെ വിടുതലിലേക്ക് നയിക്കുന്നത്. ദൈവത്തിൻ്റെ ഇടപെടലില്ല. സ്തോത്രം. ഒരു പ്രാർത്ഥനാ വിഷയമായി ദൈവസന്നിധിയിലേക്ക് അടുത്തു വന്നു. സ്തോത്രം. അത് നമ്മൾ വിചാരിക്കുന്നത് പോലെ കാര്യം നടന്നാൽ അത് മനോഹരമാകണമെന്നില്ല. സ്തോത്രം. എന്നാൽ നമ്മൾ ആഗ്രഹത്തെക്കാളൊക്കെ അപ്രിയമാണ്. ഇതല്ല ഇതിൻ്റെ വ്യാപ്തി, ഇതിലും അപ്പുറത്തേക്ക് ദൈവത്തിൻ്റെ കരം വെളിപ്പെടേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കി ആത്മനിറവോടെ പ്രാർത്ഥിക്കുന്ന ദൈവജനം ഒരു കാര്യം മനസ്സിലാക്കും: കർത്താവ്, നിന്റെ സാന്നിധ്യം വെളിപ്പെട്ടാലേ ഇതിനൊരു വിടുതൽ ഉണ്ടാകത്തുള്ളൂ. ഒരു വാക്യം പ്രകാരമുണ്ട്, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വാക്കുകളിൽ നാം കാണുന്നുണ്ട്, ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകുകയില്ല. സ്തോത്രം. Many times this is what we need to do. ദൈവസന്നിധിയിൽ ചില കാര്യങ്ങൾക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കും, ഉപരിപ്ലവമായി പ്രാർത്ഥിക്കും. കർത്താവ് പറയുകയാണ്, അവിടെ ചിലതിനെ ഉപേക്ഷിച്ച് ചിലതിനോട് വർജനം ആചരിച്ച് ദൈവസന്നിധിയിൽ നാം ദൈവത്തോട് കൂടുതൽ അടുത്തെങ്കിലേ ആ വിഷയത്തിന്മേൽ വിടുതൽ പ്രാപിപ്പാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ, സ്തോത്രം. അത് വളരെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. സ്തോത്രം. എന്തുകൊണ്ടെന്നറിയാമോ? ദൈവ സാന്നിധ്യം അത് വെളിപ്പെടേണ്ട അളവിൽ നമ്മിൽ വെളിപ്പെടണം. ഹല്ലേലൂയ. ദൈവ സാന്നിധ്യം ഉണ്ടെന്നുള്ള കാര്യം ശരിയാ, ആത്മനിറവുണ്ടെന്നുള്ള കാര്യം ശരിയാ, എന്നാൽ അതിന് പല തലങ്ങളുണ്ട്. ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ നമ്മുടെ ബലഹീനതയ്ക്ക് തുടർന്ന് നിൽക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളങ്ങളെ ആ ദൈവസാന്നിധ്യം കൊണ്ട് നിറയ്ക്കട്ടെ, നമ്മുടെ കൂടാരങ്ങളെ ആ ദൈവസാന്നിധ്യം കൊണ്ട് നിറയ്ക്കട്ടെ, നമ്മുടെ കൂടാരങ്ങളെ മനോഹരമാക്കുന്ന ആ ദൈവസാന്നിധ്യം നമുക്കായി വെളിപ്പെടട്ടെ. ഹല്ലേലൂയ. ഒന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് സംഗീതക്കാരൻ പറയുന്നത് പോലെ അവിടുത്തെ മനോഹരത്വം കാണുവാൻ, അവിടുത്തെ സന്നിധിയിൽ എന്നും ധ്യാനിപ്പാൻ, ഹല്ലേലൂയ കൂടാരത്തിൽ എന്നേക്കും പാർക്കേണ്ടതിന്. പ്രിയമുള്ളവരെ, ആ തിരുനിവാസ
ആണ് നമ്മുടെ ബലം. പ്രൈസ് ദി ലോർഡ്. ദൈവ സാന്നിധ്യമാണ് നമ്മുടെ അനുഗ്രഹം. ദൈവ സാന്നിധ്യമാണ് നമുക്ക് വിടുതൽ നൽകി തരുന്നത്. ഈ ദിവസങ്ങളിലെ ശാരീരികമായ ക്ലേശങ്ങളുടെ മണ്ഡലങ്ങളിൽ കർത്താവിൻ്റെ സാന്നിധ്യം വെളിപ്പെടുമ്പോൾ അത് നമുക്ക് സൗഖ്യമായി ഭവിക്കും. സ്തോത്രം. ഹല്ലേലൂയ. അത് നമുക്ക് വിടുതലായി ഭവിക്കുക. ദൈവ സാന്നിധ്യത്തിന് വരുത്തുവാൻ കഴിയുന്ന ഒരു സൗഖ്യദായക ശക്തിയുണ്ട് ഈ ദിവസങ്ങൾ നമ്മുടെ കൂടാരങ്ങളുടെ മേൽ. അത് വന്നു ഭവിപ്പാൻ, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മുടെ കൂടാരങ്ങളിൽ വസിപ്പാൻ, ഒരു ബാധയത്തിൻ്റെ കൂടാരത്തിന് അടുക്കയിലുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തം നാം, ഹല്ലേലൂയ, we have to claim that promise. Praise God. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ ഈ വാഗ്ദത്തത്തെ നാം ഏറ്റെടുത്തുകൊണ്ട് പ്രാർത്ഥിപ്പാൻ നാം തയ്യാറാകണം. പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും നമുക്ക് നൽകിയ വാഗ്ദത്തങ്ങൾ, സ്തോത്രം, there are a lot of promises in the word of God. ഒരുപാട് വാഗ്ദത്തങ്ങൾ നിറഞ്ഞൊരു ദൈവത്തിൻ്റെ വചനമാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത്. സ്തോത്രം. ഇതെല്ലാം കർത്താവായ യേശുവിലൂടെ നമുക്ക് സ്വായത്തമാകുന്ന വാഗ്ദത്തമാണ്. പഴയ നിയമത്തിൽ നൽകിയ വാഗ്ദത്തങ്ങളുണ്ട്, ബ്ലെസ്സിങ്സ് ഉണ്ട് അല്ലേ? പഴയ നിയമത്തിൽ പിതാക്കന്മാർക്ക് നൽകിയ അനുഗ്രഹം അതെങ്ങനെ നമ്മിലേക്ക് വരുന്നത്? സ്തോത്രം. ഇസ്രായേലിനുള്ള അനുഗ്രഹമാണ്. സ്തോത്രം. യാക്കോബിന്റെ സന്തതി പരമ്പരയുള്ള അനുഗ്രഹമാണ്. അത് നമുക്കെങ്ങനെയാണ് വരുന്നത്? പ്രിയമുള്ളവരെ, കർത്താവായ യേശുവിലൂടെ ദൈവത്തിലേക്ക് ബന്ധപ്പെട്ട ഓരോ ദൈവ പൈതലിനും, ഹല്ലേലൂയ, ഈ വചനത്തിലെ മുഴുവൻ അനുഗ്രഹങ്ങളും അവർ യേശുവിന്റെ നാമത്തിൽ, ഹല്ലേലൂയ, ദൈവസന്നിധിയിലേക്ക് അടുത്ത് വരുമ്പോൾ അവർക്കത് സ്വന്തമാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ട്? കർത്താവായ യേശുവിലൂടെ ആ വിടുതൽ അനുഗ്രഹം ഞങ്ങൾക്ക് സ്വന്തമാണ്. അത് യേശുവിലൂടെ ദൈവസാന്നിധ്യം ഞങ്ങളുടെ കൂടാരങ്ങളുണ്ട്. അതാണ് പറഞ്ഞത്, ഇമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഈ സാന്നിധ്യം നമ്മെ രൂപാന്തരപ്പെടുത്തട്ടെ. ഈ സാന്നിധ്യം നമുക്ക് വിടുതൽ നൽകി തരട്ടെ. ഈ സാന്നിധ്യത്തിൻ്റെ ചില പ്രത്യേകതയുണ്ട്. ദൈവ സാന്നിധ്യം നമ്മുടെ ഇടയിൽ വരുത്തുന്ന പ്രത്യേകതയുണ്ട്. ഹല്ലേലൂയ. ആ പ്രത്യേകത ആ മലമേൽ നിന്ന് ജനത്തെ നോക്കിയപ്പോൾ, താഴ്വരയിൽ തമ്പടിച്ചിരിക്കുന്ന വലിയ അസംഖ്യം ജനത്തെ നോക്കിയപ്പോൾ, ആ പ്രവാചകൻ ആ 24 അധ്യായം മുഴുവൻ ഇസ്രായേൽ ജനത്തെ വർണ്ണിച്ചുള്ള, അവരെങ്ങനെയാണ്, ഈ ജനം എന്താണ് ഈ ജനമെന്നുള്ളത്, സ്തോത്രം, ദൈവാത്മാവിൽ, സ്തോത്രം, മാനുഷിക വാക്കുകളല്ല അവിടെ വെളിപ്പെട്ടത്, ദൈവാത്മാവിൽ വെളിപ്പെട്ടത്. പ്രിയമുള്ളവരെ, സ്തോത്രം, ഇന്ന് പകൽക്കാലം നമ്മെക്കുറിച്ച് നാം പോലും അറിയാത്ത സംഗതികൾ, ഹല്ലേലൂയ, സ്തോത്രം, നമുക്കെതിരെ വരുന്ന ശക്തികൾക്ക് വെളിപ്പെടുവാനിടയായിത്തീരും. നമുക്കെതിരെ വെല്ലുവിളി ഉയർത്തി നിൽക്കുന്ന എല്ലാ മണ്ഡലങ്ങളിലും ദൈവം തന്നെ വെളിപ്പെടുത്തും. ഇതാണ് ഇവർ. സ്തോത്രം. ദിസ് ഈസ് മൈ ചിൽഡ്രൻ, ദിസ് ഈസ് മൈ പീപ്പിൾ ഓഫ് ഗാഡ്. എൻ്റെ ജനം എന്ന് പറഞ്ഞുകൊണ്ട്, ദൈവസാന്നിധ്യം വഹിക്കുന്ന എൻ്റെ ജനം എന്ന് പറഞ്ഞുകൊണ്ട്, ഹല്ലേലൂയ, സ്തോത്രം, അത് ഒരു ടെസ്റ്റിമണിയായി, ഒരു സാക്ഷ്യമായി നമ്മിൽ വെളിപ്പെടുവാനിടയായിത്തീരും. ആദ്യം നമ്മെക്കുറിച്ച് സാക്ഷ്യം പറയുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. ആത്മാവ് താൻ നമ്മുടെ ആത്മാവോട് സാക്ഷ്യം പറയുക. നീറുന്നൊരു പ്രയാസവുമായി, നീറുന്നൊരു വിഷയമായി ദൈവസന്നിധിയിലേക്ക് അടുത്തിയെന്നു. സ്തോത്രം. മറ്റാരുമില്ല അവിടെ സംസാരിപ്പാൻ. പക്ഷെ ദൈവ സാന്നിധ്യം അനുഭവിച്ചറിയുമ്പോൾ നമ്മുടെ ഹൃദയത്തോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നൊരു സാക്ഷ്യമുണ്ട്. എന്തെന്നറിയാമോ? നീ ദൈവത്തിൻ്റെ പൈതലാണ്. ഹല്ലേലൂയ. നിന്നിൽ ദൈവ സാന്നിധ്യമുണ്ട്. യു ആർ ദ ചൈൽഡ് ഓഫ് ഗാഡ് ആൻഡ് യു ക്യാരി ദ പ്രസൻസ് ഓഫ് ഗാഡ്. ഹല്ലേലൂയ. നമ്മൾ ഇടുങ്ങിയിരിക്കുമ്പോൾ, ഹല്ലേലൂയ, നമ്മുടെ ഹൃദയത്തോട് സംസാരിക്കുന്ന ഈ ദൈവശബ്ദം നമ്മെ ബലപ്പെടുത്തുന്നതാണ്. ഹല്ലേലൂയ. എത്ര പേർക്ക് അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട്? കർത്താവ് നിന്നോട് സംസാരിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തോട് സംസാരിക്കും. നമ്മുടെ ശരീരം ബലഹീനമായിരിക്കും, സാഹചര്യങ്ങൾ നമുക്ക് പ്രതികൂലമായിരിക്കും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഭയചകിതമാകുന്ന, നമ്മെ ഭീതിപ്പെടുത്തുന്ന പലതും ഉണ്ടാകും, ബലഹീനത ഉണ്ടാകാം. എന്നാൽ അകത്ത് നിന്ന്, അതാ സംഗീതക്കാരൻ പറഞ്ഞ, എൻ്റെ ഉള്ളിൽ ബലം നൽകി നീ എന്നെ ധൈര്യപ്പെടുത്തിയിരിക്കുന്നു. സ്തോത്രം. അതെങ്ങനെ ഉള്ളിൽ ബലം വരുന്നത്? സ്തോത്രം. പുറമേയുള്ള ബലം നമുക്കറിയാം, മസിൽ പവർ. സ്തോത്രം. പുറമേയുള്ള സാഹചര്യങ്ങൾ, മറ്റ് ഭൗതികത, ഇൻഫ്ലുവൻസ്, ഇതെല്ലാം നമുക്ക് ബലം പകരും. ഒരു പക്ഷേ സെക്യൂരിറ്റി മെഷേഴ്സ്. പക്ഷേ ഇതെല്ലാം ഉണ്ടെങ്കിൽ അകത്ത് ബലമില്ലാത്ത അനുഭവം ഉണ്ടാകാം. സ്തോത്രം. എല്ലാം പുറമെ ശക്തമാണ്, പക്ഷേ അകത്ത് ബലമില്ല. പ്രിയമുള്ളവരെ, പുറമെ എത്ര ബലഹീനമായാലും അകത്ത് ബലം പകർന്നപ്പെട്ടാൽ നിന്റെ ജീവിതം, ദേഹം, ദേഹി, ആത്മാവ് ഒരേപോലെ ദൈവസന്നിധിയിൽ ബലപ്പെടുവാനിടയായിത്തീരും. ഇതാണ് ഒരു ദൈവ പൈതലിന്റെ ബലം. ഹല്ലേലൂയ. സ്തോത്രം. എന്താ സംഭവിക്കുന്നവരുടെ ഉള്ളിൽ ദൈവം അക്കാരം വെളിപ്പെടുത്തുക. സ്തോത്രം. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, ഈ ശക്തി, ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ ദേഹത്ത് പെയിന്റ് അടിച്ച് വെച്ചേക്കുമല്ല. സ്തോത്രം. ഞങ്ങളുടെ ദേഹത്ത് പൂശിയേക്കുമല്ല. ഈ അത്യന്ത ശക്തി മൺപാത്രങ്ങളിൽ പകർന്നിരിക്കുക. സ്തോത്രം. അത് വ്യാപരിക്കുന്ന ശക്തിയാണ്. ഇന്ന് പകൽക്കാലം ഈ ദൈവസാന്നിധ്യം നമ്മെ ബലപ്പെടുത്തട്ടെ. ഹല്ലേലൂയ. ഈ ദൈവസാന്നിധ്യം അകത്തു നിന്ന് പുറത്തേക്കുള്ള ആ ബലമായി മാറണം. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ശരീരത്തെ ബലഹീനമാക്കുന്ന സാഹചര്യങ്ങളിട്ട് നമ്മെ ഭയപ്പെടുത്തുന്ന, പുറമേയുള്ള കാര്യങ്ങൾ നമുക്ക് ഓക്കെ അല്ലാതിരിക്കുമ്പോൾ, രാജാവിൻ്റെ ആജ്ഞ നമുക്കെതിരായിരിക്കുമ്പോൾ, രേഖ നമുക്കെതിരായിരിക്കുമ്പോൾ, ചെങ്കടൽ, ഹല്ലേലൂയ, നമുക്കെതിരെ നിലകൊള്ളുമ്പോൾ, യോർദാൻ കരകവിഞ്ഞ് കലങ്ങി മറിഞ്ഞൊഴുകുമ്പോൾ, എല്ലാം
അവരുടെ ഉള്ളിൽ പകരപ്പെട്ടത് അകത്തെ ശക്തിയാണ്. സ്തോത്രം. പുറമെ അവർക്ക് സഹായിപ്പാൻ ആരുമില്ലായിരുന്നു. അനാഖ്യ മല്ലന്മാർ അവർ ഇത് വന്നപ്പോൾ മോശയുടെ കൈ ഉയർന്നിരുന്നത് അവരുടെ വിജയം, അതും അകത്തെ ശക്തിയാണ്. ഇന്ന് പകൽക്കാലം നാം പ്രാപിക്കേണ്ടത് ഈ ദൈവ സാന്നിധ്യമാണ്. ഹല്ലേലൂയ. നാം പ്രാപിക്കേണ്ടത് ഈ ദൈവത്തിൻ്റെ തിരുനിവാസം നമ്മിൽ വസിക്കേണ്ടത്. ഈ തിരുനിവാസം നമ്മിൽ വരുന്നതിന് മാറ്റങ്ങളുണ്ട്. അതിനെക്കുറിച്ച് അടുത്ത ദിവസങ്ങളിൽ അടുത്തുള്ള സെഷൻസിൽ ചിന്തിപ്പാൻ നമുക്കിടയായി തീരട്ടെ. ദൈവ സാന്നിധ്യം വഹിക്കുന്ന ദൈവജനത്തിനൊരു ചില പ്രത്യേകതയുണ്ട്. എങ്ങനെയാണ് ദൈവം നമ്മുടെ കൂടെ ഉണ്ടോയെന്ന് അറിയുന്നേ? മോശ ചോദിച്ചു, കർത്താവേ, നിന്റെ സാന്നിധ്യം ഞങ്ങളോട് വരണം. പക്ഷെ നിന്റെ സാന്നിധ്യം ഉണ്ടെന്ന് എങ്ങനെ അറിയും? ദൈവം പറഞ്ഞൊരു ദൂതനെ അയക്കാം. നോ, ദൂതനെ അയച്ചാൽ പോരാ, നിന്റെ സാന്നിധ്യം, സാക്ഷാൽ ദൈവ സാന്നിധ്യം തന്നെ. സ്തോത്രം. ദൈവം പറഞ്ഞു, പകൽ മേഘസ്തംഭത്തിലും രാത്രി അഗ്നിസ്തംഭത്തിലും ഞാൻ നിങ്ങളെ കാക്കും. ഹല്ലേലൂയ. മേഘം പൊങ്ങുമ്പോൾ ഇവിടെ നിന്ന് കൂടാരം പറിക്കണമെന്നുള്ള തെളിവായി മാറും. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, വാഗ്ദത്ത നാട്ടിൽ പ്രവേശിക്കും വരെ ഈ അഗ്നി മേഘസ്തംഭത്തിൽ തൻ്റെ ജനത്തെ അവർ കാത്തു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, പുതിയ നിയമത്തിൽ നമുക്ക് ദൈവത്തിൻ്റെ ഒരു വലിയ ഉറപ്പുണ്ട്. ഹല്ലേലൂയ. ക്രിസ്തുവിൻ്റെ നാളോളം അവൻ്റെ സാന്നിധ്യം നമ്മിലുണ്ടാകും. ഇതാണ് നമുക്ക് വാഗ്ദത്തം. പഴയ നിയമത്തിൽ അഗ്നി മേഘസ്തംഭത്തിൽ ദൈവത്തെ കാത്ത, തൻ്റെ ജനത്തെ കാത്ത ദൈവം, ഹല്ലേലൂയ, ഇന്ന് ഈ പകൽക്കാലം പറയുക, 2-3 പേർ എൻ്റെ നാമത്തിൽ, അത് ഓൺലൈൻ പ്ലാറ്റ്ഫോമിലായാലും നമ്മുടെ കൂടാരങ്ങളിലായാലും, സ്തോത്രം, ഹല്ലേലൂയ, ഇല്ലായ്മയുടെ നടുവിലാണെങ്കിലും പ്രതികൂലത്തിന് നടുവിലാണെങ്കിലും എല്ലാം നമുക്കെതിരാകുമെന്ന ശരീരം ബലഹീനമാകുമ്പോഴും ആണെങ്കിലും അവിടെ വെളിപ്പെടുവാൻ സാധ്യതയുള്ളത് ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. എല്ലാം ഉള്ളപ്പോൾ പലതും നമുക്ക് കാണും. എല്ലാവരും എല്ലാ കാര്യങ്ങളും ഫേവറബിൾ ആവും, മറ്റു പലതും കാണും. എന്നാൽ ഇതൊന്നും ഇല്ലാതിരിക്കുന്നൊരു സമയമുണ്ട്. അന്നേരവും നമ്മെ വിട്ടുപോകാത്ത ഒന്നേ ഉള്ളൂ, ദൈവത്തിൻ്റെ സാന്നിധ്യം. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവ സാന്നിധ്യം വഹിക്കുന്ന ജനത്തിന് ചില പ്രത്യേകതയുണ്ട്. ഹല്ലേലൂയ. അതും ബിലെയാം തൻ്റെ വാക്കുകളിലൂടെ ഈ ജനത്തെ നോക്കി വിളിച്ചു പറയേണ്ടതായി. സ്തോത്രം. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇന്ന് പകൽക്കാലം, ഹല്ലേലൂയ, നാം ഒന്ന് തിരിച്ചറിയുന്ന ബിലെയാം അത് വിളിച്ചു പറഞ്ഞു. ഇസ്രായേൽ ജനം അത് ഈ ബിലെയാമിലൂടെ വെളിപ്പെട്ട പല വാഗ്ദത്തങ്ങളും, പ്രത്യേകാൽ ദൈവ സാന്നിധ്യത്തോടുള്ള ബന്ധത്തിൽ, മെനി പ്രോമിസസ്, മെനി declarations that this prophet has declared from the mountain, but many of those declarations were not known to the people of Israel themselves. അവർക്കറിയത്തില്ലായിരുന്നു ഇത്രയും പ്രത്യേകതയുള്ളവരായിരുന്നു. സ്തോത്രം. പക്ഷേ ഉപദ്രവം ചെയ്യാൻ വന്നവൻ്റെ വായിലൂടെ വെളിപ്പെട്ടു. ഹല്ലേലൂയ. പ്രിയമുള്ളവർ, ഇന്ന് ഈ നാളുകളിൽ പ്രതികൂലം വരുമ്പോൾ നമ്മൾ തകർന്നു പോവുകയല്ല. പ്രതികൂലത്തിന് നടുവിൽ നാം മനസ്സിലാക്കുക, ഇത്ര ശക്തി നമ്മുടെ പ്രാർത്ഥനയ്ക്കുണ്ടായിരുന്നു. ഹല്ലേലൂയ. ഇത്ര ശക്തി നമ്മുടെ വിശ്വാസത്തിനുണ്ടായിരുന്നു. ഇത്ര ശക്തി ദൈവജനം ഒരുപോലെ കൂടി വരുമ്പോഴുണ്ടോ? ഇത്ര ഒരു വിടുതൽ ദൈവ സാന്നിധ്യത്തിന് ഇത്രമാത്രം പ്രത്യേകത ഉണ്ടോ എന്നുള്ളത് വരും ദിവസങ്ങൾ നാം അനുഭവിച്ചറിയാൻ പോകും. എത്ര പേര് ഇന്ന് പകൽക്കാലം വിശ്വസിക്കുന്ന, കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, ഞങ്ങൾ ഒരുമിച്ചൊരു വിഷയത്തിന്മേൽ മനസ്സ് കോർത്തിണക്കുമ്പോൾ ദൈവം തൻ്റെ സഭയിൽ നൽകിയൊരു അവകാശമുണ്ട്, ഒരു അധികാരമുണ്ട്. ആദ്യ ദിവസങ്ങൾ വെളിപ്പെടുമ്പോൾ ഞങ്ങൾ ഇതുവരെയും തിരിച്ചറിഞ്ഞിട്ടില്ലാത്ത ചില ആത്മമണ്ഡലങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി തുറക്കപ്പെടുമെന്ന് ഇന്ന് പകൽക്കാലം നമുക്ക് വിശ്വസിക്കാം. ഹല്ലേലൂയ. യാക്കോബിന്റെ കൂടാരങ്ങൾ, ഇസ്രായേലിന്റെ നിവാസങ്ങൾ എത്ര മനോഹരം! യഹോവയായ ദൈവത്തിന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന തന്റെ ജനത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഹല്ലേലൂയ. അത് വിശുദ്ധിയുടെ, വേർപാടിന്റെ, ദൈവ സാന്നിധ്യത്തിന്റെ, ആരാധനയുടെ, കൂട്ടായ്മ ബലത്തിന്റെ, പ്രാർത്ഥനയിലുള്ള ഒരുമയുടെ ബലമാ അത് ഈ ദിവസങ്ങളിൽ അങ്ങനെ തന്നെ ഇരിക്കുകയല്ല, നമ്മൾ വിടുതലിനെ അയക്കുന്നതാ. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ ഇന്ന് പകൽക്കാലം ദിവസത്തിൽ അടയ്ക്കാം. ഹല്ലേലൂയ. വൈകിട്ടുള്ള സെഷനിൽ, തുടർന്നുള്ള സെഷൻസിൽ ദൈവ സാന്നിധ്യത്തെക്കുറിച്ച്, ദൈവ സാന്നിധ്യത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് ഈ ദിവസങ്ങൾ സംസാരിപ്പാൻ പരിശുദ്ധാത്മാവ് വീണ്ടും ബലപ്പെടുത്തിട്ട് അതിനായി പ്രാർത്ഥിക്കാം. ഇന്ന് പകൽക്കാലം കേൾപ്പിച്ച് വരുന്നതിന് മുമ്പാകെ നമ്മെ തന്നെ സമർപ്പിച്ച ഒരു നിമിഷം നമുക്ക് സ്തോത്രം ചെയ്യാം. പറഞ്ഞാൽ, കർത്താവേ, എൻ്റെ കൂടാരത്തിൽ അവിടുത്തെ സാന്നിധ്യമുണ്ട്. പ്രതികൂലങ്ങളുടെ നടുവിൽ ഇത്രത്തോളം നിലകൊണ്ടത്, ബലഹീന അവസ്ഥകൾ നിലകൊണ്ടത് അവിടുത്തെ സാന്നിധ്യം ഞങ്ങളെ ചേർത്ത് പിടിച്ചതാ. ഇന്ന് പകൽക്കാലം ഞങ്ങളുടെ ബലഹീനമായ അവസ്ഥകൾ, രോഗത്തിൻ്റെ അവസ്ഥകൾ, ഞങ്ങളുടെ മാതാപിതാക്കളുടെ മേൽ, ഞങ്ങളുടെ സഹോദരങ്ങളുടെ മേൽ ആ സാന്നിധ്യം ഒരു വിടുതലായി വെളിപ്പെടണമെന്ന് നമുക്ക് ഒരുമിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ പ്രിയ ജോയിച്ചാൻ പ്രാർത്ഥിക്കും. പ്രിയപിതാവിനോട് ചേർന്ന് നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാമല്ലോ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ കർത്താവേ, ഈ വെള്ളിയാഴ്ച പകൽക്കാലത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവേ, നിന്റെ കുഞ്ഞുങ്ങളാകുന്ന അടിയങ്ങൾ അങ്ങിങ്ങായി ഇരുന്നുകൊണ്ട് അവിടുത്തെ മുഖത്തേക്കൊന്ന് ഒരുമിച്ച് നോക്കി ദൈവത്തെ സ്തുതിപ്പാനിടയാക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ഉപവാസ പ്രാർത്ഥനയുടെ 1ാം സെക്ഷനിൽ ഞങ്ങൾ തിരുസന്നിൽ കടന്നു വന്ന സന്ദർഭം മുതൽ
ദൈവത്തിന്റെ മഹാസ്ഥാനത്തിൽ ഞങ്ങളോടുകൂടെ ഇരിക്കുന്നുള്ള കർത്താവെ, ഞങ്ങളുടെ അപേക്ഷകളൊക്കെയും ദൈവം സുഗ്രാഹ്യമായി മണത്ത ദൈവത്തെ സ്തുതിക്കുന്ന കർത്താവെ, നന്ദിയോടെ ഞങ്ങളെ ഓരോരുത്തരെയായി ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന കർത്താവെ. ഞങ്ങൾ രോഗികളും ബലഹീനരും ഒക്കെയാണ്. എന്നാൽ ദൈവത്തിന്റെ മഹാശക്തി ഞങ്ങളോട് കൂടെ ഇരുന്ന് അവിടുത്തെ അടിപ്പിണറുകളാൽ ഞങ്ങളെ ബലപ്പെടുത്തി ദൈവത്തിന്റെ കൃപയിൽ അടിയങ്ങളെ സൂക്ഷിപ്പാൻ അങ്ങയോട് അപേക്ഷിക്കുന്ന കർത്താവെ, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളിലുള്ള ദൈവ സാന്നിധ്യം കർത്താവെ, ഈ നാളുകളിൽ തിരുനാമ മഹത്വത്തിനു വേണ്ടി അത് മറ്റുള്ളവർ മനസ്സിലാക്കത്തക്കവണ്ണം ദൈവത്തിന്റെ മഹാശക്തി ഞങ്ങളിൽ വെളിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഞങ്ങൾ അങ്ങയുടെ നാമം ചൊല്ലി കർത്താവെ ഓരോ വിഷയം ദൈവസന്നിധിയിൽ അറിയിക്കുമ്പോൾ അത് പിതാവ് പുത്രൻ മഹത്വപ്പെടേണ്ടത് ഞങ്ങൾക്ക് നൽകിത്തരുന്ന മഹാദൈവമേ, ആ കൃപയ്ക്കായി ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്ന കർത്താവെ. കർത്താവെ, അങ്ങയുടെ ദാസനിലൂടെ ഞങ്ങൾ കേട്ട ദൈവവചനത്തിനായി സ്തോത്രം ചെയ്യുന്നു. നന്ദിയോടെ സ്തോത്രം. തൻ്റെ മക്കളെ ദൈവം എങ്ങനെ നടത്തുന്നു, എങ്ങനെ സൂക്ഷിക്കുന്നു, എങ്ങനെ പരിപാലിക്കുന്നു എന്നൊക്കെയുള്ള ദൈവം അറിയുന്നതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. അതനുസരിച്ച് ഞങ്ങളെ തന്നെ ക്രമീകരിച്ച് വർജനം ആചരിച്ച് യജമാനെ പ്രസാദിപ്പിച്ച് ജീവിപ്പാനുള്ള കൃപ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകരങ്ങളിൽ ഞങ്ങളെ ഏൽപ്പിക്കുന്ന കർത്താവെ, ഓരോരുത്തരെയായി സമർപ്പിക്കുന്നു. കർത്താവെ, പ്രത്യേക രോഗികളായിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. കുഞ്ഞുങ്ങളെ ഓർക്കുന്നു കർത്താവെ. ഈ എല്ലാ ദൈവമക്കളെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ആണിപ്പഴുതുള്ള കരത്താൽ ദൈവം ഓരോരുത്തരെയും സൗഖ്യമാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് ഞങ്ങളെ ഓർക്കണമേ കർത്താവെ. ഞങ്ങൾ വ്യക്തിപരമായി സഭയായി ഒരുമിച്ച് ഞങ്ങളുടെ സഭയ്ക്ക് വേണ്ടി, ഞങ്ങളുടെ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പിതാവ് പുത്രൻ മഹത്വപ്പെടേണ്ടതിന് ആ മഹാശക്തി ഞങ്ങളിൽ അയച്ച് ഞങ്ങളുടെ ശരീരാത്മതകളെ ബലപ്പെടുത്തി ശക്തീകരിച്ച് ഒരുമിച്ച് കൂടി ദൈവത്തെ ആരാധിപ്പാനുള്ള ദൈവകൃപ തന്ന് ഞങ്ങളെ നടത്തിക്കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഒരു ബാധയും ഞങ്ങളോട് അടുക്കാതെ വണ്ണം ദൈവത്തിന്റെ മഹാശക്തി അവിടുത്തെ ആകർഷണ വലയത്തിൽ ഞങ്ങളെ പൊതിഞ്ഞുകൊള്ളണമേ കർത്താവെ. സഭയായി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, വ്യക്തിപരമായി ഏൽപ്പിക്കുന്നു. അടിയങ്ങളോട് മനസ്സലിയുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം തൻ്റെ ഭക്തന്മാരെ കണ്ട കൃഷ്ണമണി പോലെ സൂക്ഷിക്കുന്നു. ഞങ്ങളുടെ ആവശ്യങ്ങൾ കൂടെ ഇരിക്കുന്ന ദൈവം, ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവം കർത്താവ് ഞങ്ങളെ സഹായിക്കുന്നതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. പിന്നെയും ഓരോരുത്തരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ വൈകിട്ടത്തെ ആരാധന അനുഗ്രഹിക്കണമേ. നാളെ പകൽ വൈകിട്ടൊക്കെയുള്ള ആരാധനകളെ അനുഗ്രഹിക്കണമേ കർത്താവെ. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. തിരുസന്നിധിയിൽ ഞങ്ങൾ നിർമ്മലതയോടും നേരോടും ജീവിപ്പാൻ അവിടുത്തെ കാൽച്ചൂട് തന്നെ ഞങ്ങൾ കാൽച്ചൂടായി യജമാനെ പ്രസാദിച്ച് ജീവിപ്പാനുള്ള കൃപ നിമിഷം തോറും തന്ന് ഞങ്ങളെ പരിപാലിച്ചാട്ട്, കൃപയിൽ ഞങ്ങളെ സൂക്ഷിച്ചാട്ട്, തിരുനാമം ഞങ്ങളിൽ മഹത്വമെടുത്താട്ട്. അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് പ്രാർത്ഥന കേട്ടതിനാൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാൻ. കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്രയിപ്പിച്ച് വഴിയെടുക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സംസർഗവും സഹവാസം കൂട്ടായ്മയും കാവലും നമ്മോർത്ത് പ്രാർത്ഥന വിഷയങ്ങളോടും ദൈവസഭയിലെ എല്ലാ ഭവനങ്ങളോടും ലോകം പാടുള്ള സകല വിശുദ്ധന്മാരോടും കൂടെ കർത്താവിന്റെ നാൾ വരെ നീക്കുമുണ്ടായിരിക്കുമാറാകട്ടെ. യേശുക്രിസ്തു മുഖാന്തരം ഇന്ന് പകൽക്കാലം ചെയ്യാൻ നൽകി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വരണമേ. ദൈവം നമ്മെ എല്ലാവരും ധാരാളം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ.